സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അവയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ്. ഇത് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക, പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29 ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചതെന്നാണ് 1780 ജനുവരി 29 ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഒന്നും കൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് 1780 ജനുവരി 29 ആരംഭിച്ചത് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പൊ തുടക്കത്തില് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നറിയപ്പെട്ടിരുന്ന പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ. ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രം നവജീവൻ. നവജീവൻ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. ഏത് ഭാഷയിലാണ് ഈ പത്രം ഇറങ്ങിയത്? ഗുജറാത്തി ഭാഷയിലാണ്. പത്രത്തിന്റെ പേര് നവജീവൻ, ഭാഷ ഗുജറാത്തി. ആരുടേതാണ്? ഗാന്ധിജി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. പത്രത്തിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ. ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. എവിടെ നിന്നാണ് ആരംഭിച്ചത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ് ദി മദ്രാസ് മെയിൽ എന്നത്. 1868. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം ദി മദ്രാസ് മെയിൽ. ഹരിജൻ പത്രത്തിന്റെ പത്രാധിപർ. ഹരിജൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഹരിജൻ പത്രത്തിന്റെ പത്രാധിപരാണ് ഗാന്ധിജി. പത്രത്തിന്റെ പേര് ഹരിജൻ. ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആണ്. പത്രത്തിന്റെ പേര് ബംഗാളി. പ്രസിദ്ധീകരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി ആണ്. ബോംബെ സമാചാർ. ബോംബെ സമാചാർ ഫർദുൻജി മുറാസ്ബാൻ ആണ്. ഫർദുൻജി മുറാസ്ബാൻ. ബോംബെ സമാചാർ. 1821 സമ്പാദ് കൗമുദി. 1822 മിറാത്ത് ഉൽ അക്ബർ എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. പത്രങ്ങളുടെ പേര് സമ്പാദ് കൗമുദി. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. വർഷം 1821. മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷയില് മിറാത്ത് ഉൽ അക്ബർ എന്ന പത്രം ആരുടേതായിരുന്നു എന്ന് ചോദിക്കാം. ആരുടേതാണ്? രാജാറാം മോഹൻ റോയ് ആണ്. വർഷം 1822. വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. 1821 സമ്പാദ് കൗമുദി, ഭാഷ ബംഗാളി ഭാഷ. 1822 മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷ. പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ഇത്രയും പത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. മുഴുവൻ ക്വസ്റ്റ്യൻസും മുഴുവൻ പത്രങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യുക, പഠിക്കുക. അടുത്തത്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏത്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 3. സ്ഥിരം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഭാഗം 3. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 2 ആണ്. 5 മുതൽ 11 വരെയാണ്. ഭാഗം 2 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്.
ഭാഗം 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രസ്താവിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 1 ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 പ്രതിപാദിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്നുമാണ്. അപ്പൊ ഭാഗം 4 മാർഗനിർദ്ദേശങ്ങൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അപ്പൊ സ്വത്തവകാശം ആദ്യം എന്തവകാശമായിരുന്നു? മൗലിക അവകാശമായിരുന്നു. അപ്പൊ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭരണഘടനാ ഭേദഗതിയാണ്. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തു വെക്കണം. 1978 44 ഭരണഘടനാ ഭേദഗതി. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഇതും സ്ഥിരം ചോദ്യമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ളതാണ്. ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. വയസ്സ് തെറ്റിച്ച് തന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്താക്കി? മൗലികാവകാശമാക്കി. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ കോത്താരി കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1964 ജൂലൈ 14. ലക്ഷ്യം എന്തായിരുന്നു? രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക. കോത്താരി കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നതാണ്. കമ്മീഷൻ രൂപീകരിച്ച വർഷം 1964 ജൂലൈ 14. അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാമാണ്? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ഉത്തരം വരുന്നത് CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. മോത്തിലാൽ നെഹ്റു, CR ദാസ്. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923 ജനുവരി 1. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത INC സമ്മേളനം ഏതാണ്? ഗയ സമ്മേളനമാണ് 1922. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത INC സമ്മേളനമാണ് ഗയ സമ്മേളനം 1922. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ് ആയിരുന്നു. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് CR ദാസും ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് തങ്ങളുടെ ലക്ഷ്യമായി INC പ്രഖ്യാപിച്ചു.
പൂർണ്ണ സ്വരാജ് തങ്ങളുടെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതായിരുന്നു? ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം ഏത് വർഷമായിരുന്നു? 1929. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം ഏതാണ്? മാൻഡമസ് ആണ്. മാൻഡമസ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരമാണ് മാൻഡമസ്. വി കമാൻഡ് അഥവാ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. വി കമാൻഡ് എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. ആകെ റിട്ടുകൾ എത്ര എണ്ണമാണുള്ളത്? 5 റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന് അർത്ഥം. മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് വരും, റിട്ടുകൾ തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് വരും. അപ്പം ഇതിൻ്റെ മീനിങ് പഠിച്ചിരിക്കണം. ശരീരം ഹാജരാക്കൂ ഏതാണ് റിട്ട്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. അടുത്തത് പ്രോഹിബിഷൻ. പ്രോഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ഏത് റിട്ട്? പ്രോഹിബിഷൻ റിട്ട്. പ്രോഹിബിഷൻ എന്താണ്? ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് പ്രോഹിബിഷൻ. അടുത്തത് സെർഷ്യോററി. സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് സെർഷ്യോററി. കോവാറന്റും. ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞുകിടക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ് കോവാറന്റും. കോവാറന്റ് എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ് കോവാറന്റും. ഭരണഘടന ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഭരണഘടന ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരം. റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, പ്രോഹിബിഷൻ, സെർഷ്യോററി, കോവാറന്റ്. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ്? വാരിസെല്ല വൈറസ് ആണ്. ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണു ജീവിയാണ് വാരിസെല്ല വൈറസ്. വാരിസെല്ല വൈറസ്. 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെ MMR വാക്സിൻ ഉപയോഗിക്കുന്നു. MMR വാക്സിൻ ഏത് രോഗങ്ങൾക്കൊക്കെ എതിരെയാണ് ഉപയോഗിക്കുന്നത്? 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല. 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് MMR വാക്സിൻ. പക്ഷിപ്പനി പടർത്തുന്ന വൈറസ് ഏതാണ്? H5N1 ആണ്. H5N1 ആണ് പക്ഷിപ്പനി പടർത്തുന്ന വൈറസ്. പന്നിപ്പനി പടർത്തുന്നതോ H1N1 ആണ്. പക്ഷിപ്പനി പടർത്തുന്നത് H5N1 ഉം പന്നിപ്പനി പടർത്തുന്നത് H1N1 ആണ്. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാത രോഗം. മീനമാത രോഗം ഉണ്ടാകുന്നത് ഏത് മെർക്കുറി മൂലമാണ്? മെർക്കുറി മൂലം. വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് എയ്ഡ്സ്, പേവിഷബാധ, സാർസ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്, മുണ്ടിനീര്, ഡെങ്കിപ്പനി മുതലായവ. പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് മലമ്പനി, കാലാസർ തുടങ്ങിയവ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് ന്യൂമോണിയ, ഡിഫ്തീരിയ, കുഷ്ഠം,
ടൈഫോയിഡ്, ടെറ്റനസ്, എലിപ്പനി, വില്ലൻ ചുമ, ക്ഷയം, പ്ലേഗ്, കോളറ, സിഫിലിസ് എന്നീ രോഗങ്ങൾ. ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള BCG വാക്സിൻ വികസിപ്പിച്ചത് ആൽബർട്ട് കാൽമേറ്റും കാമിൻ ഗുറിനുമാണ്. ക്ഷയരോഗ പ്രതിരോധത്തിനായിട്ടുള്ള വാക്സിനാണ് BCG വാക്സിൻ. അത് വികസിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് കാൽമേറ്റും കാമിൻ ഗുറിനുമാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ചോദ്യങ്ങളും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 5 ചോദ്യങ്ങളും ഇതിലെ മുഴുവൻ റിലേറ്റഡ് ഫാക്ട്സും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്